ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC മലയാളം. നമ്മുടെ RRB NTPC QA സീരീസിലെ 18ാമത്തെ പാർട്ടാണ് ഇന്ന് ചെയ്യുന്നത്. നമ്പർ സിസ്റ്റം ആൻഡ് ആൾജിബ്ര, ഈ രണ്ട് ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ കഴിഞ്ഞ RRB NTPCക്ക് ചോദിച്ചിട്ടുള്ള നല്ല കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഹൗ മെനി പ്രൈം നമ്പേഴ്സ് ആർ ദർ ബിറ്റ്വീൻ ദ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് 60 ആൻഡ് 100? 60നും 100നും ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, എന്താണ്? 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ആണ്. ഇത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ 1 മുതൽ 50 വരെ 15 പ്രൈം നമ്പേഴ്സ് ആണ്. 50 മുതൽ 100 വരെ 10 പ്രൈം നമ്പേഴ്സ് ആണ്. ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇത് ചിലപ്പോൾ വളരെ സ്ഥലത്തായിട്ട് ആവശ്യം വരും. അതായത് 1 മുതൽ 100 വരെ 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അതിൽ തന്നെ 1 മുതൽ 50 വരെ 15ഉം 50 മുതൽ 100 വരെ 10ഉം ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? 60 മുതൽ 100 വരെ എത്രയാണ് വേണ്ടത്? നമുക്കറിയാം, 50 മുതൽ 100 വരെ 10 ഉണ്ട്. അപ്പൊ നമുക്ക് 50 മുതൽ 60 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് നോക്കുക. അത് കുറച്ചാൽ മതിയല്ലോ. അപ്പൊ 50 മുതൽ 60 വരെ എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട് നോക്കാം. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ജസ്റ്റ് നമുക്കറിയാം, ഈവൻ നമ്പേഴ്സ് എന്തായാലും പ്രൈം നമ്പേഴ്സ് വരില്ല. പിന്നെ ബാക്കിയുള്ള ഓഡ് നമ്പേഴ്സ് നോക്കാം. 51 പ്രൈം നമ്പർ ആണോ? അല്ല. 51 എന്ന് പറഞ്ഞാൽ 70 × 3 ആണ്. അപ്പൊ ഇത് പോയി. ഇനി അടുത്ത 53 പ്രൈം നമ്പർ ആണ്. അതെ, 53 പ്രൈം നമ്പർ ആണ്. 55 പ്രൈം നമ്പർ അല്ല, അതും പോയി. പിന്നെ 57 അത് പ്രൈം നമ്പർ ആണോ? അല്ല. 19 × 3 ആണ് 57, അതും പോയി. പിന്നെ ബാക്കിയുള്ള 59 അത് പ്രൈം നമ്പർ ആണോ? അതെ, അതും പ്രൈം നമ്പർ ആണ്. അതായത് 50ന്റെ 60ന്റെ ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 53 15 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു 50 മുതൽ 100 വരെ 10 ഉണ്ട്. 50 മുതൽ 60 വരെ 2 ഉണ്ട്. അപ്പം 60 മുതൽ 100 വരെ എത്ര ഉണ്ടാവും? ടോട്ടൽ 10ൽ നിന്ന് എത്ര കുറക്കണം? 2 കുറച്ച് എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വെക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യാം? 60 മുതൽ 100 വരെ ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു കൺസെപ്റ്റ് അറിയാത്തവർ അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഇത് ചിലപ്പോൾ എവിടെയാണ് ആവശ്യമില്ലെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സീത സ്റ്റാർട്ട്സ് ടു കാൽക്കുലേറ്റ് സം ഓഫ് ഓൾ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 72. വാട്ട് റിസൾട്ട് ഡസ് ഷീ ഗെറ്റ്? അതായത് 72ന് താഴെയുള്ള എല്ലാ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാണ് സീത. ആ സീതയുടെ എത്രയാണ് ഉത്തരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 മുതൽ തുടർച്ചയായ n നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി? n² കണ്ടാൽ മതി. ഉദാഹരണത്തിന് 1 3 5 ഫസ്റ്റത്തെ 3 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി? 3 എന്നല്ലേ? അപ്പൊ 3² 9 1 3 5ന്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 3² ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ 72 വരെ എത്ര ഓഡ് നമ്പർ ഉണ്ട് നോക്കിയാൽ മതി. എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുത്താൽ മതി. അപ്പൊ നമുക്ക് 72 വരെ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ടാവും? 72 വരെ 36 ഓടും ഉണ്ടാവും, 36 ഈവനും ഉണ്ടാവും, അല്ലെ? അപ്പൊ 36 ഓഡ് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റത്തെ 36 ഓഡ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ എന്ത് ചെയ്താൽ മതി? 36 സ്ക്വയർ കണ്ടാൽ മതി. 36 സ്ക്വയർ എത്ര കിട്ടും? 1296. പഠിച്ച ഒരാൾക്ക് പെട്ടെന്ന് കിട്ടും, അല്ലാത്ത ആള് 36 × 36 ചെയ്യാം. ഏത്? ഓപ്ഷൻ ബി ആണ് ആൻസർ. അതുപോലെ തന്നെ കാര്യം ഓർത്ത് നോക്കുക, എന്താണ്? സം ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലേ? അപ്പൊ എന്തായാലും എത്ര നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഒരു n², അതായത് ഒരു സ്ക്വയർ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? ആ സ്ക്വയറിന്റെ ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. അതാകുമ്പോൾ നമ്മൾ എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട്, എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടാവും കാണാൻ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്? സി എന്ന് പറഞ്ഞാൽ 1331. ഇത് 11 ക്യൂബാണ്. ഇതൊരിക്കലും സ്ക്വയർ ആവില്ല. അപ്പൊ സി നമുക്ക് അങ്ങനെ തന്നെ ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം? സ്ക്വയേഴ്സിന് ചില പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. സ്ക്വയേഴ്സിന്റെ പ്രോപ്പർട്ടി ഒന്നും എന്താണ്? എല്ലാ സ്ക്വയേഴ്സിന്റെയും അവസാനത്തെ ഡിജിറ്റ്സ് എന്തായിരിക്കും? 1 4 6 9 0. ഈ ഒരു 5 നമ്പേഴ്സ് കൊണ്ട് മാത്രമേ എന്തേ ഉള്ളൂ? ഏതൊരു സ്ക്വയേഴ്സും എൻഡ് ചെയ്യുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്? ഏതൊരു പെർഫെക്റ്റ് സ്ക്വയറിന്റെയും ഡിജിറ്റ് സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒന്നെങ്കിൽ 1, അല്ലെങ്കിൽ 4, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 9. ഈ 4 നമ്പർ ആയിരിക്കും എന്ത്? ഏത് പെർഫെക്റ്റ് സ്ക്വയറിന്റെ ഡിജിറ്റ് സം എന്ന്. ഡിജിറ്റ് സം ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണ്? ആ നമ്പേഴ്സ് മൊത്തം, ഡിജിറ്റ്സ് മൊത്തം ആഡ് ചെയ്യാം. ആ കിട്ടുന്നത് എന്തായിരിക്കും? 1 4 7 9 എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഏത് പെർഫെക്റ്റ് സ്ക്വയറിന്റെയും ലാസ്റ്റ് 2 ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 24 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ ഏതെങ്കിലും ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുക? 3 കൺസെപ്റ്റുകളുടെ ഇവിടെ സ്ക്വയേഴ്സിന്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നോക്കുക. അതായത് ഉദാഹരണത്തിന് നമ്മൾ 26 എടുക്കാം. 26ന്റെ സ്ക്വയർ എന്താ? 676 ആണ്. അപ്പൊ 76 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 21 മുതൽ 24 വരെയുള്ള നമ്പറിന്റെ ഏതെങ്കിലും ഒരു സ്ക്വയേഴ്സിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും എന്താണ്? 24 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 576 ആണ്. അപ്പൊ 76 ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഏത് നമ്പർ എടുത്താലും, ഇപ്പൊ നമ്മള് 36ന്റെ സ്ക്വയർ ആണ് 1296 നമുക്ക് കിട്ടി. അപ്പൊ ഈ 96 1 മുതൽ 24 വരെയുള്ള ഏതെങ്കിലും നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും. നമുക്കറിയാം 96 എന്ത് ലാസ്റ്റ് ഡിജിറ്റ് ആണ്? 196. 14 സ്ക്വയറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ആണ് എന്ത്? 96 എന്ന് പറയുന്നത്. അപ്പൊ ഈ കുറച്ച് കൺസെപ്റ്റുകളുണ്ട് ഞാൻ ഈ പറഞ്ഞത്
എന്ത് ചെയ്യാം, ഒന്ന് റിവൈൻഡ് ചെയ്ത് കേട്ടിട്ട് അതൊന്ന് എഴുതിയെടുക്കുക. അത് പല സ്ഥലത്തും നമുക്ക് ആവശ്യം വരും. അത് വെച്ചിട്ട് നമുക്ക് ഈ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സം ഓഫ് ടു നമ്പേഴ്സ് ഈസ് 437 ആൻഡ് ദർ പ്രോഡക്റ്റ് ഈസ് 21982. ഫൈൻഡ് ദ നമ്പേഴ്സ്. ഡയറക്റ്റ് ചോദ്യമാണ്. എന്താണ്? രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 437, പ്രോഡക്റ്റ് 21982 ആണെങ്കിൽ ഇതെങ്ങനെ കാണണം? ശരിക്കും ഇതെങ്ങനെ കാണേണ്ടത്? A + B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 437 ആണ്. A ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21982 ആണ്. എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്ന് പറഞ്ഞാൽ 437 മൈനസ് ബി ആണ്. ആ എൻ്റെ വാല്യൂ ഇവിടെ ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എയും ബിയും കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? അങ്ങനെ വലിയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടാക്കിയിട്ട് സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസേഴ്സ് ഓപ്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും വലിയ വലിയ നമ്പേഴ്സ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകരുത് ഒരിക്കലും. നമ്മൾ എന്ത് ചെയ്യാം? ഓപ്ഷൻ എടുത്തിട്ട് തിരിച്ചു പോവുക. ഓപ്ഷൻ നോക്കുമ്പോൾ എന്താണ്? 399 പ്ലസ് 38 427, 295 പ്ലസ് 142 427. അപ്പോൾ ഓപ്ഷൻസിന്റെ എല്ലാം സമ്മ് എന്താണ്? 437 ആണ്. അപ്പോൾ സമ്മ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി എന്ത് നോക്കുക? ഓപ്ഷൻസിന്റെ പ്രൊഡക്റ്റ് 21982 കിട്ടുന്നത് ഏതാന്നുള്ളത് നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം യൂണിറ്റ് ഡിജിറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താണ്? 9 × 8 2 കിട്ടും. അപ്പൊ ഇത് പോസിബിൾ ആണ്. 5 × 2 ഇത് യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 0 ആണ് വരിക. അപ്പൊ ബി എന്തായാലും ആൻസർ വരില്ല. പിന്നെ 9 × 8 അത് 2 ആണ് യൂണിറ്റ് ഡിജിറ്റ്. 4 × 3 അതാണ് യൂണിറ്റ് ഡിജിറ്റ്. അപ്പൊ എയും സിയും ഡിയും മാത്രം ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് നമുക്ക് കറക്റ്റ് മൾട്ടിപ്ലൈ നോക്കേണ്ട ആവശ്യമില്ല. അപ്രോക്സിമേഷൻ എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ എന്താണ്? 399 വരെ നമ്മൾ എന്തെടുക്കുക? 400 എടുക്കുക. 38 വരെ നമ്മൾ എന്തെടുക്കുക? 40 എടുക്കുക. അപ്പൊ ശരിക്കുള്ള വാല്യൂക്കാൾ കുറച്ച് കൂട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസറിനെക്കാട്ടിലും കുറച്ച് ചെറുതായിരിക്കും എന്ത്? 399 × 38 എന്ന് പറഞ്ഞാൽ. അപ്പൊ 400 × 40 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 16,000. 400 × 40 ചെയ്യുമ്പോൾ തന്നെ 16,000 കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ശരിക്കുള്ള വാല്യൂ എന്താണ്? അതിനേക്കാളും ചെറുതായിട്ട് വരും. കാരണം 399 × 38 ആണ്. അപ്പൊ എന്ത് പറ്റില്ല? നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ 21,000 അടുത്ത് കിട്ടണം. അപ്പൊ ഓപ്ഷൻ എ എന്തായാലും വരില്ല. പിന്നെ ഓപ്ഷൻ സി നോക്കുക. ഓപ്ഷൻ സി നമ്മൾ എന്തെടുക്കുക? ഒരു അപ്രോക്സിമേറ്റ് എടുക്കുക. 58 അടുത്തുള്ളത് ഒരു 60 എടുത്തു. 379 ഒരു 400 എടുത്തു. എത്രയാണ്? 60 × 400 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 24,000. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഈ 58 370 വലിയ വാല്യൂസ് ആണ്. അപ്പൊ എന്തായിരിക്കും? ഈ 24,000 ചെറിയൊരു വാല്യൂ ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ എന്താണ്? 24,000 ചെറിയ വാല്യൂ ആണ് 21,909. അപ്പൊ ഈ സി എന്ന് പറഞ്ഞാൽ പോസിബിൾ ആണ്. അപ്പൊ സി എന്തായാലും പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് അടുത്ത കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ എന്തെടുക്കുക? 323 114 ആണ്. അപ്പൊ എന്ത് ചെയ്യാം? നമ്മുടെ അപ്രോക്സിമേറ്റ് അടുത്തുള്ള വാല്യൂ നിൽക്കുക 300 100 എടുക്കുക. ഇവിടെ നമ്മൾ ശരിക്കുള്ള വാല്യൂവിനേക്കാളും ചെറിയ വാല്യൂ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ശരിക്കുള്ള ആൻസർ എന്ത് വരും? നമുക്ക് കിട്ടുന്നതിനേക്കാളും വലുത് വരും. അപ്പോൾ ഇവിടെ 300 × 100 ചെയ്യുമ്പോൾ തന്നെ എത്ര കിട്ടും? 30,000. 300 × 100 ചെയ്യുമ്പോൾ തന്നെ 30,000 കിട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും 323 × 114 എന്ന് പറഞ്ഞാൽ ഈ 300-നെക്കാളും വലിയ ഒരു വാല്യൂ ആയിരിക്കും. അല്ല, 300-നെക്കാളും അല്ല, 30,000-നെക്കാളും വലിയൊരു വാല്യൂ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? 30,000-നെക്കാളും ചെറിയൊരു വാല്യൂ ആണത് 21,982 എന്ന് പറഞ്ഞാൽ. അപ്പൊ പോസിബിൾ ആയിട്ടുള്ള ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ സി 58 379. അങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നോക്കാം. അതുപോലെ തന്നെ എന്താണ് ഇനി അല്ലെങ്കിൽ പിന്നെ വേറൊരു നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി വേറൊരു ഐഡിയ എന്താണ്? നമുക്ക് ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി. ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കാൻ എന്തൊക്കെ മതി? 58 ഇതുപോലെ 379 79. ഈ രണ്ട് നമ്പേഴ്സ് മാത്രമേ നമുക്ക് ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കാം. 9 × 8 എത്രയാണ്? 72. റിമൈൻഡർ 7 കിടക്കുക. പിന്നെ 9 × 5 45. അതുപോലെ തന്നെ 7 × 8 എത്രയാണ്? 56. അതിന്റെ കൂടെ ഒരു 7 കൂടെ ചേർക്കുക. അപ്പൊ എത്ര കിട്ടും? 111 118. അപ്പൊ 8 വരും. അതായത് 8 2 ലാസ്റ്റ് ഡിജിറ്റ് വരുന്നുണ്ട്. ഇത് 58 379 കൂട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് വേണേൽ നോക്കാം. അതായത് ഞാനിവിടെ ജസ്റ്റ് പുതിയ കൺസെപ്റ്റ് പറഞ്ഞെന്നുള്ളൂ. നമുക്കൊരു സംഖ്യയുടെ വലിയൊരു നമ്പറിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് 1 2 3 4 5 6 7 8 ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം. ഇതിന്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടാൻ നമുക്ക് എന്തൊക്കെ മതി? ഈ 34 76 മാത്രം മതി. ബാക്കിയുള്ള നമ്പേഴ്സിന്റെ ആവശ്യമില്ല. നമുക്കിവിടെ ലാസ്റ്റ് 1 ഡിജിറ്റ് കിട്ടാൻ എന്ത് മതി? ഈ 4 6 മാത്രം മതി. അതുപോലെ തന്നെ ലാസ്റ്റ് 2 ഡിജിറ്റ് കിട്ടാൻ 34 76 മാത്രം മതി. ഓക്കെ, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ ഓഫ് 5 ഡിജിറ്റ്സ് വിച്ച് ഈസ് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 12 24 48 60 96? അതായത് ഏറ്റവും ചെറിയ 5 ഡിജിറ്റ് നമ്പർ എന്താണ് നമ്പറിന്റെ പ്രത്യേകത? ആ നമ്പറിന്റെ 12 കൊണ്ടും 24 കൊണ്ടും 48 കൊണ്ടും 60 കൊണ്ടും 96 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പർ കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിന്റെ LCM എടുത്താൽ മതി. അതാണ് ഇതിന്റെ LCM എന്ന് പറഞ്ഞത്. ഓക്കെ, പക്ഷെ നമുക്കിവിടെ എന്താണ് ഏറ്റവും ചെറിയ 5 ഡിജിറ്റ് നമ്പർ ആണ് കാണേണ്ടത്. അപ്പൊ LCM എടുത്തിട്ട് ആ LCM-ന്റെ മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഏറ്റവും ചെറിയ 5 ഡിജിറ്റ് നമ്പർ ഏതാ കിട്ടുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ LCM ഒന്ന് കണ്ടു നോക്കാം. LCM ആണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. 96 എടുക്കുമ്പോൾ എന്ത് പോയി? 96ന്റെ ഫാക്ടറാണ് 48 പോയി, 24 പോയി, 12 പോയി. ഈ 3 നമ്പറും പോയി. പിന്നെ ബാക്കിയുള്ള എന്താണ്? 60 ആണ്. അപ്പോൾ 60 ഇനി എന്താ ബാക്കിയുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ 12 × 8 ആണ് 96.
ഇവിടെ 12 × 5 ആണ് 60. അപ്പോൾ 12 ഓൾറെഡി എടുത്തു. ഇനി ബാക്കി എന്താണത്? ഒരു 5 കൂടെ എടുത്താൽ മതി. അപ്പോൾ 96 × 5 എത്ര? 480. അപ്പോൾ 480 ആണ് ഇതിന്റെ LCM. അപ്പോൾ നമുക്ക് 480 × x, 480x, അതായത് 480ന്റെ ഏതൊരു മൾട്ടിപ്പിൾ എന്തായിരിക്കും? ഈ 12, 24, 48, 60, 96 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 480ന്റെ ഈ ഏറ്റവും ചെറിയ 5 ഡിജിറ്റ് നമ്പർ എത്രയാണ്? 10,000 ആണ്. അപ്പോൾ 10,000ന്റെ മുകളിൽ വരുന്ന 480ന്റെ മൾട്ടിപ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കറിയാം 480 × 10 എത്ര കിട്ടും? 4,800. 480 × 20 എത്ര കിട്ടും? 9,600. അപ്പോൾ 9,600 വരെ 450ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇതിന്റെ കൂടെ ഒരു 480 കൂടെ കൂട്ടി എത്ര കിട്ടും? 10,080. അപ്പോൾ ഏറ്റവും ചെറിയ 5 ഡിജിറ്റ് നമ്പർ ഏതാണ്? 10,080 കിട്ടും. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കോട് നോക്കാൻ മനസ്സിലാവും എന്താണ് ഈ നമ്പേഴ്സ് കൊണ്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 12, 24, 48, 60, 96 ഒക്കെ എന്താണ്? ഒരു 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എടുക്കുന്ന നമ്പർ എന്ത് വേണം? 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്നാലും എന്ത് ചെയ്യാം? ഉദാഹരണത്തിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സേ നോക്കിയാൽ മതി. 10,000നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 10,024നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് 3ന്റെ മൾട്ടിപ്പിൾ അല്ല. 10,160നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഏത് മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ ഡി മാത്രമേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അങ്ങനെയൊന്നും പോകേണ്ട ആവശ്യമില്ല. 3ന്റെ മൾട്ടിപ്പിൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സം ഓഫ് എ ഡിജിറ്റ് ഓഫ് എ 2 ഡിജിറ്റ് നമ്പർ ഈസ് 10. When the digits are reversed, the number decreases by 54. Find the changed number. ഇങ്ങനെ ക്വസ്റ്റ്യൻ എന്താ മതി? നമ്മൾ നേരെ ഓപ്ഷൻ എടുത്ത് നോക്കുക. ഓപ്ഷൻ എന്താണ്? സം ഓഫ് 2 ഡിജിറ്റ് നമ്പർ 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ എല്ലാത്തിന്റെയും സം ഓഫ് ഡിജിറ്റ്സ് എന്താണ്? 10 ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യാം? When the digits are reversed, that number decreases by 54. അപ്പോൾ നമുക്ക് എന്താണ്? വാട്ട് ഈസ് എ ചേഞ്ച്ഡ് നമ്പർ ആകാണ്ട്. അപ്പോൾ നമ്മൾ ചേഞ്ച്ഡ് നമ്പർ ഉദാഹരണത്തിന് നമ്മൾ ഓപ്ഷൻ എടുക്കണം. ഓപ്ഷൻ എടുത്ത് ചെയ്ത് നോക്കണം. ചേഞ്ച് നമ്പർ 73 എന്ന് വിചാരിക്കാം. അപ്പോൾ അതിന്റെ അർത്ഥം ശരിക്കുള്ള നമ്പർ എന്താ? 37 ആണ് അല്ലേ? അപ്പോൾ ചേഞ്ച് നമ്പർ 73. ഈ 37 ശരിക്കും എന്താണ്? 73 ആകുമ്പോൾ കൂടുതലല്ലേ ചെയ്യുന്നത്, ഡിക്രീസ് അല്ലല്ലോ. അപ്പോൾ പറ്റില്ല. പിന്നെ ഏതാണ്? 28 നോക്കുക. 28ന്റെ ചേഞ്ച് നമ്പർ 28 ആണെങ്കിൽ ഒറിജിനൽ നമ്പർ എത്രയാണ്? 82. ചേഞ്ച് നമ്പർ എത്ര? 28. അപ്പോൾ 82 28 കുറച്ച് 54 കിട്ടുന്നുണ്ടോ? 54 കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. ഇനി ബാക്കിയുള്ള ചെക്ക് ചെയ്ത് നോക്കിയാൽ എന്താ? സ്വാഭാവികമായിട്ടും കിട്ടില്ല. അപ്പോൾ എന്താണ്? ഓപ്ഷൻ ബി കിട്ടിയ സ്ഥിതിക്ക് അത് തന്നെയാണ് എൻ്റെ ആൻസർ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? ഇത് ശരിക്കും എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ശരിക്കും എങ്ങനെ ചെയ്യാം? ശരിക്കും ഒരു നമ്പർ 2 ഡിജിറ്റ് നമ്പർ നമ്മൾ XY എന്ന് പറഞ്ഞ 2 ഡിജിറ്റ് നമ്പർ ആണ്. അതെങ്ങനെ എഴുതുക? 10x + y ആണ്. ഇതെങ്ങനെ വരുന്നത്? ഉദാഹരണത്തിന് നമ്മൾ 54 എടുക്കണം. 54 എന്ന നമ്പർ നമ്മൾ എങ്ങനെ എഴുതുക? 54 എന്ന നമ്പർ 10 × 5 + 4 അല്ലേ? അതുപോലെ തന്നെ നമ്മൾ XY എന്ന് പറഞ്ഞ നമ്പർ ആണെങ്കിൽ അതിന് എഴുതുക 10x + y. ഇനി അതിനെ റിവേഴ്സ് ചെയ്തു എന്ത് കിട്ടി? YX കിട്ടി. അപ്പോൾ ആ നമ്പർ നമ്മൾ എങ്ങനെ എഴുതുക? 10y + x. ഇനി എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 54 ആണെന്ന് പറഞ്ഞിട്ട്. അതായത് 10x + y ന്ന് 10y + x കുറച്ചാൽ എന്ത് കിട്ടും? 54 കിട്ടുന്ന പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറക്കുമ്പോൾ എന്ത് കിട്ടും? 10x ന്ന് x കുറച്ചാൽ 9x, y ന്ന് 10y കുറച്ചാൽ 9y. അതാണ് എന്ത്? 54 എന്ന് പറഞ്ഞത്. അപ്പം x - y എന്ത് കിട്ടും? 54 ആണ്. x - y എന്ത് കിട്ടും? 54/9 6 എന്ന് കിട്ടും. അതായത് ഈ രണ്ട് നമ്പറിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 കിട്ടണം. അങ്ങനെ കിട്ടുന്ന എല്ലാ നമ്പേഴ്സും എന്തായിരിക്കും? റിവേഴ്സ് ചെയ്യുമ്പോൾ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 54 കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? സം ഓഫ് ഡിജിറ്റ്സ് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സും വൈയും കുറച്ച 6 ഡിഫറൻസ് കിട്ടുന്ന എല്ലാ നമ്പേഴ്സും എത്രയാണ്? ഉദാഹരണത്തിന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 71 ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ അതിന്റെ റിവേഴ്സ് എത്രയാണ്? 17. ഈ 71 - 17 എന്തായിരിക്കും? 54 ആയിരിക്കും. അത് അടുത്ത നമ്പർ എന്താണ്? നമ്മൾ 82 എടുത്തു. 82 28. ഇതിന്റെ ഡിഫറൻസ് എന്താണ്? 54 ആണ്. അടുത്ത എന്താണ്? 93 39. അതിന്റെ ഡിഫറൻസ് എന്താണ്? 93 39. ഇതിന്റെ ഡിഫറൻസ് എന്താണ്? 54 കിട്ടും. ഇനി അടുത്തെടുക്കുക എത്രയാണ്? 60 06. ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 54 ആണ്. അതായത് രണ്ട് നമ്പർ 2 ഡിജിറ്റ് നമ്പർ അതിന്റെ ഡിഫറൻസ് നമ്പർ ഓഫ് ഡിജിറ്റ്സിന്റെ അല്ല അതിന്റെ നമ്പേഴ്സിന്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6 ആണെങ്കിൽ അതിന്റെ റിവേഴ്സും അതും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? 54 ആയിരിക്കും. ഇനി സ്വാഭാവികമായിട്ട് ഇതുപോലെ തന്നെ ബാക്കി എന്ത് വരും? ഇനിയിപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഡിജിറ്റ്സിന്റെ ഡിഫറൻസ് 5 ആണെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് 61 അതിന്റെ ഡിഫറൻസ് എത്രയാണ്? 60. ഇതിന്റെ ഡിഫറൻസ് നോക്കിയാൽ എത്ര കിട്ടും? നമുക്ക് ഡിഫറൻസ് നോക്കിയാൽ 45 എന്ന് കിട്ടും. അതുപോലെ തന്നെ അടുത്ത ഏതാണ്? 70 to 27. ഇതിന്റെ ഡിഫറൻസ് എത്ര കിട്ടും? 45 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇതിന്നൊരു ഇതെത്തി എന്ത് കിട്ടും? അതായത് ഡിഫറൻസ് എത്രയാന്ന് നോക്കുക. രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് 5 ആണെങ്കിൽ അതിന് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്ത് കിട്ടും? അതിന്റെ റിവേഴ്സും അതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും? അതിന്റെ 9 മൾട്ടിപ്ലൈ ആയിരിക്കും. അപ്പൊ ഇതൊന്നും എന്ത് ചെയ്യാം? കുറച്ച് എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. കുറച്ച് എക്സാമ്പിൾ എടുത്ത് ഞാൻ ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് 95 അതിന്റെ
ഡിഫറൻസും അതിന്റെ റിവേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് നമ്മൾ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 95ന്റെ ഡിഫറൻസ് എത്രയാണ്? അല്ല 9ന്റെ 5ന്റെ ഡിഫറൻസ് എത്രയാണ്? 4. ഈ 4 9 മൾട്ടിപ്ലൈ ചെയ്താൽ മതി, എത്ര കിട്ടും? 36. അതായത് 95ഉം 59 തമ്മിൽ ഡിഫറൻസ് എത്രയായിരിക്കും? 36 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാതിന്റെ ആവശ്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ ചെയ്യാതെ മതി, ജസ്റ്റ് ഫസ്റ്റത്തെ കാര്യം മാത്രം ഓപ്ഷൻ നോക്കി മാത്രം ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഈ കൺസെപ്റ്റ് മൊത്തം പറയാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫൈ 2 1/3 മൈനസ് 1 1/2 ഓഫ് 3/5 പ്ലസ് 1 2/5 ഡിവൈഡ് ബൈ 2 1/3. അപ്പൊ സിംപ്ലിഫൈ ആണെങ്കിൽ നമ്മൾ എന്ത് റൂൾ ഓർത്താൽ മതി? ഈ ബോഡ് മാസ് റൂൾ ഓർത്താൽ മതി. ബോഡ് മാസ് എന്താ? ആദ്യം ബ്രാക്കറ്റ്, പിന്നെ ഓഫ്, പിന്നെ ഡിവിഷന് മൾട്ടിപ്ലിക്കേഷൻ. അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയാലും പ്രശ്നമില്ല. ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ ഡിവൈഡ് ചെയ്താലും, ആദ്യം ഡിവൈഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഒക്കെ സെയിം തന്നെയാണ്. അതുപോലെ തന്നെ അഡീഷൻ സബ്ട്രാക്ഷൻ, ആദ്യം അഡീഷൻ ചെയ്തിട്ട് പിന്നെ സബ്ട്രാക്ട് ചെയ്താലും, സബ്ട്രാക്ട് ചെയ്തിട്ട് അഡീഷൻ ചെയ്താലും ഒക്കെ കണക്ക് തന്നെയാണ്. അപ്പൊ ഈ ഓർഡർ ഒന്ന് ഓർത്ത് വെക്കുക. പക്ഷെ എന്ത് വേണം? ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം, പിന്നെ ഓഫ് ചെയ്യണം. അത് ഓർത്ത് വെക്കുക. അപ്പൊ ഇവിടെ എന്താണ്? ബ്രാക്കറ്റ് ഉണ്ട് അല്ലെ? ആദ്യം ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ 2 1/3 മൈനസ് 1 1/2 ബ്രാക്കറ്റ് ഉണ്ട്, പിന്നെ ഓഫ് ഉണ്ട്. അപ്പൊ ആദ്യം ബ്രാക്കറ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 2 1/3 മൈനസ് 1 1/2. 2 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് നമുക്ക് ശരിക്കും എന്ത് ചെയ്യാം? ഡെസിമൽ പോലെ തന്നെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേഷൻ വെച്ച് നോക്കുമ്പോൾ എന്താണ്? 2 1/3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? 2.333 അങ്ങനെ പോകും അല്ലെ? 1 1/2 പറഞ്ഞാൽ 1.5. അപ്പൊ 2.33 1.5 കുറച്ച് എത്ര കിട്ടും? 0.833 എന്ന് കിട്ടും. ഈ 0.833 എന്ന് പറഞ്ഞാൽ നമ്മൾ പെർസെന്റേജിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ട്. 0.833 ശരിക്കും എന്താണ്? 5/6 ആണ്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? ഈ കാണുന്ന ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 5/6 ആണ് എഴുതാം. അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ 5/6 കിട്ടി. പിന്നെ എന്താണ്? ഓഫ് 3/5 എന്നാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ, അത്രേ ഉള്ളൂ. അപ്പൊ ഓഫ് 3/5 എന്ന് കിട്ടും. അപ്പൊ 5 5 കട്ട് ചെയ്ത് പോയി ബാക്കി എന്ത് കിട്ടും? 1/2. അപ്പൊ ഈ ഫസ്റ്റ് കാണുന്ന ഈ ടേം എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? 1/2 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കാം. 1 2/5. 1 2/5 എന്ന് പറഞ്ഞാൽ എന്താ? 1 2/5 എന്ന് പറഞ്ഞാൽ 5 × 1 + 2 7. 7/5 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്താണ്? ഡിവൈഡഡ് ബൈ 2 1/3 ആണ്. ശരിക്കും നമ്മൾ ഡിവൈഡഡ് ബൈ എഴുതേണ്ട ആവശ്യമില്ല, നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിക്കും ഡിവൈഡഡ് ബൈ എത്രയാണ്? 2 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 1/3 എന്ന് പറഞ്ഞാൽ 2 × 3 6 6 + 1 7. 7/3 ആണ് ശരിക്കും ഇത്. അപ്പൊ ഡിവൈഡഡ് ബൈ 7/3 എന്താവും? ഇൻറ്റു ആകുമ്പോൾ മുകളിൽ പോകുമ്പോൾ എന്താവും? 7/3 3/7 ആയി മാറും. അപ്പൊ 7 7 കട്ട് ചെയ്ത് പോയി ബാക്കി എന്താ ഉള്ളത്? 3/5. അപ്പൊ രണ്ടാമത്തെ ടേം എന്ത് കിട്ടി? രണ്ടാമത്തെ ഈ ടേം എന്ന് പറഞ്ഞാൽ 3/5 കിട്ടി. അപ്പൊ നമുക്ക് ശരിക്കും എന്താ? 1/2 + 3/5 ആണ് കാണേണ്ടത്. 1/2 + 3/5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 11/10 എന്ന് കിട്ടും. 11/10 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇതിലില്ല. അപ്പൊ എന്ത് ചെയ്യുക? ഒന്നുകൂടി ചെറുതാക്കുക. 1/10. ഓപ്ഷൻ സി ആണ് ആൻസർ. ഈ ഫസ്റ്റത്തെ ഞാൻ ചെയ്ത സ്റ്റെപ്പ് എല്ലാ കേസിലും നമുക്ക് കിട്ടിക്കോണമെന്നില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാൽ മതി? ജസ്റ്റ് ചെയ്താൽ മതി. 2 1/3 എന്ന് പറഞ്ഞാൽ എത്ര? 2 1/3 എന്ന് പറഞ്ഞാൽ 7/3 മൈനസ് 1 1/2 എന്ന് പറഞ്ഞാൽ എത്ര? 3/2. ഇത് ജസ്റ്റ് മൾട്ടിപ്ലൈ എത്ര കിട്ടും? 7 × 2 14. 14 - 9 എന്ന് പറഞ്ഞാൽ 5. 5/6 ഡയറക്റ്റ് കിട്ടും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദി യൂണിറ്റ് ഡിജിറ്റ് ഇൻ ദ ഗിവൺ പ്രോഡക്റ്റ് 4211 raised to 102 into 361 raised to 52. അപ്പോൾ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ യൂണിറ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ലാസ്റ്റ് ഇവിടെ എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. 1 raised to 102 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 raised to എന്ത് ചെയ്താലും എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ 1 ആണ്. 1 raised to എന്ത് ചെയ്താലും എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1 × 1 എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഇതിലതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കിട്ടും. ഇനി അല്ലെങ്കിൽ കൺസെപ്റ്റ് കൂടി ഞാൻ പറഞ്ഞാൽ എന്താണ്? നമ്മൾ 1ന്റെ അത് പോട്ടെ, 2ന്റെ നോക്കുകയാണെങ്കിൽ 2 raised to 1 എന്ന് പറഞ്ഞാൽ എത്ര? 2 ആണ്. 2 സ്ക്വയറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. 2 ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് 8 ആണ്. 2 raised to 4 എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 6 ആണ്. ഈ 2 raised to 5 എന്ന് പറഞ്ഞാൽ 32. അത് വീണ്ടും 2 വരും. അതായത് പിന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. 2 4 8 6 ഇങ്ങനെ പോകും. ഇനി അടുത്ത 3ന്റെ നോക്കാം. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9. 3 raised to 3 എന്ന് പറഞ്ഞാൽ 27. 3 raised to 4 എന്ന് പറഞ്ഞാൽ 81. പിന്നെ 5 എന്ന് പറഞ്ഞാൽ 243. വീണ്ടും എന്തെങ്കിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് 3 9 7 1. ഇനി 4 എന്താ? 4 6 4 6 അങ്ങനെ പോകും. 4 6 4 6. 5 ആകുമ്പോൾ എന്താണ്? എല്ലാം 5 തന്നെ ആയിരിക്കും. 6 ആകുമ്പോൾ എന്താണ്? എല്ലാം 6 തന്നെ ആയിരിക്കും. പിന്നെ 7 അതുപോലെ തന്നെ എല്ലാം അങ്ങനെ പോകും. ഇനി അത് നമ്മൾ കോമൺ ആയിട്ട് ഇൻഫറൻസിലെത്തിയ എന്താണ്? അതായത് 4th മൾട്ടിപ്പിൾ ഓഫ് പവർ എന്തായിരിക്കും? അത് കഴിഞ്ഞ് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുള്ളൊരു എല്ലാ നമ്പേഴ്സ് ആയാലും. ഓക്കെ, 1നും 6നും 5നും ഒക്കെ എന്താണ്? ഏത് പവർ എടുത്താലും സെയിം തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ 2 3 7 8 ഇതിനൊക്കെ എന്താണ്? ഈ 4th മൾട്ടിപ്പിൾ കഴിയുമ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. ആ ഒരു കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പോൾ 4 raised to 11ന്റെ യൂണിറ്റ് ഡിജിറ്റും 4 ക്യൂബിന്റെ യൂണിറ്റ് ഡിജിറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം എന്താ? ഇവിടെ 11ന്റെ ഡിവൈഡ് ബൈ 4 എത്ര പോയി? 4 8. അപ്പൊ 8 വരെ ഇങ്ങനെ എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്ത് പോയി. പിന്നെ ബാക്കിയുള്ള എന്താണ്? 3. അപ്പോൾ 4 raised to 3. ഓക്കെ, അതായത്
ഇനി ഉദാഹരണത്തിന് നോക്കുകയാണ് എന്താ 7 raised to 55. 7 raised to 55 എന്തിനായിരിക്കും ഈക്വല്? നമ്മൾ 4ന്റെ മൾട്ടിപ്പിൾ എവിടെ വരെ ഉണ്ട് നോക്കുക. 4ന്റെ മൾട്ടിപ്പിൾ എന്ത് എവിടെ വരെ പോകും? 55ല് 52 വരെ 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ അതുവരെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താണുള്ളത്? 7 ക്യൂബ്. അപ്പൊ എങ്ങനെ ചെയ്ത് നോക്കാം. അതായത് 4th മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എന്ത് വരും? റിപ്പീറ്റ് ചെയ്ത് യൂണിറ്റ് ഡിജിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ വലിയ ഏത് നമ്പർ തന്നാലും നമുക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്താണ്? യൂണിറ്റ് ഡിജിറ്റ് 1 ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇത് കറക്റ്റ് എക്സ്പ്രഷൻ ഓഫ് 0.0236. അപ്പൊ ഈ 36ന്റെ മുകളിൽ ഒരു വരയുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ നമ്പർ ശരിക്കും എന്താണ്? 0.02 പിന്നെ 36 അങ്ങനെ റിപ്പീറ്റ് ഇങ്ങനെ പോവാണ്. അതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അതിന് പകരം 36ന്റെ മുകളിൽ മാത്രം ഒരു വര ഇട്ടാണ് ഇങ്ങനെ എഴുതി. അപ്പൊ ഈ നമ്പർ ശരിക്കും എത്രയാണ് ഇതിന്റെ എക്സ്പ്രഷൻ എന്നാ ചോദ്യം. അതെങ്ങനെ ചെയ്യാം? നമുക്ക് നോക്കാം. ഇങ്ങനത്തെ നമ്പേഴ്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ പോയിന്റിന് ശേഷം ഉള്ള നമ്പർ എടുത്ത് എഴുതുക. അതായത് പോയിന്റിന് ശേഷം നമ്പർ 0.236. അപ്പൊ 0 വേണ്ട, 236. ഓക്കെ, അത് എന്ത് കുറക്കണം? ഈ വര ഉള്ളത് മാറ്റി നിർത്തിയിട്ടുള്ള നമ്പർ ഇവിടെ എത്രയാണ്? 0.2 ആണ്. അതായത് 2. ഈ 2 ഇതിന്ന് കുറക്കുക. ന്യൂമറേറ്ററിൽ അങ്ങനെ എഴുതുക. ഡിനോമിനേറ്ററിൽ എന്ത് എഴുതുക? ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 1, 2, 3, 4 ഡിജിറ്റ് ഉണ്ട്. അതിൽ എത്ര ഡിജിറ്റിനാണ് വര ഉള്ളത്? 2 ഡിജിറ്റിന്. അപ്പൊ 9 എഴുതുക. ബാക്കിയുള്ള എന്ത് ചെയ്യാം? 2 0 കൊടുക്കുക. ഇനിയിപ്പോ 4 ഡിജിറ്റിന് വര ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 9 കൊടുക്കുക. ഇനിയിപ്പോ 3 ഡിജിറ്റ് ടോട്ടൽ ഉള്ളതുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? 9 കൊടുക്കുക. ഇതിപ്പോ 3 ഡിജിറ്റിന് വര ഉണ്ടെങ്കിൽ 9 എന്ന് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? ഇതായിരിക്കും ആ നമ്പർ. 236 - 2 എന്ന് പറഞ്ഞാൽ 234 ഡിവൈഡഡ് ബൈ 9900. അപ്പൊ ഈ ഒരു ഓപ്ഷൻ അതിലില്ല. കാരണം അതിന്റെ റെഡ്യൂസ്ഡ് ഫോം ആണ് ഇതിലുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ട്രിക്ക് നോക്കിയിട്ട് ചെയ്യാം. ഇവിടെ സി എന്തായാലും വരില്ല. സി എന്ന് പറഞ്ഞാൽ എന്താ? 2 + 36/100 ആണ്. ഇവിടെ ഓപ്ഷൻ എന്താണ്? 0.023636 ഒക്കെ പോകുന്നത്. അപ്പൊ സി എന്തായാലും വരില്ല. പിന്നെ ബി നോക്കുമ്പോൾ എന്താ? 236/100 ആണ്, അല്ല 1000 ആണ്. അപ്പൊ 236/1000 എന്ന് പറഞ്ഞാൽ എന്താ? 0.236. ഇത്രേ ഉള്ളൂ. പിന്നെ റിപ്പീറ്റ് ചെയ്തൊന്നും വരുന്നില്ല. അപ്പൊ എന്താണ്? ബിയും വരില്ല. പിന്നെ എയും ഡിയും മാത്രമേ ഉള്ളൂ. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് നോക്കാൻ മനസ്സിലാവും. ഈ താഴെയുള്ള 9900 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 11ന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ 234 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താവും? ഈ 11ന്റെ മൾട്ടിപ്പിൾ ഇവിടെ കട്ട് ചെയ്ത് പോകില്ല. അപ്പൊ നമ്മൾ ഏത് ആൻസർ എടുത്താലും അതിന്റെ ഡിനോമിനേറ്ററിൽ എന്തായിരിക്കും? ഒരു 11ന്റെ മൾട്ടിപ്പിൾ വേണം. കാരണം 11ന്റെ മൾട്ടിപ്പിൾ ഒരിക്കലും ഇവിടെ കട്ട് ചെയ്ത് പോകുന്നില്ല. കാരണം 234 11ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഈ 9900ന്റെ 11ന്റെ മൾട്ടിപ്പിൾ ഇവിടെ വേണം. അപ്പൊ നമ്മൾ ഇനി ഓപ്ഷൻ ഏതൊക്കെ ഉള്ളൂ? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആണുള്ളത്. ഇതിൽ ഏത് ന്യൂമറേറ്ററിനാണ് 11ന്റെ മൾട്ടിപ്പിൾ നോക്കുക? 550 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇത് പോസിബിൾ ആണ്. 555 11ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇത് പറ്റൂല. ഓപ്ഷൻ എ ആണെന്ത്? 13/550 എന്ന് പറയുന്നത്. അതാണെന്ത്? ഈ കാണുന്നതിന്റെ റെഡ്യൂസ്ഡ് ഫോം. ഓക്കെ, അപ്പൊ ഈ എഴുതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പൊ നമ്മൾ വേറെ നമ്പർ എടുക്കുകയാണ്. ഏത്? 0.123. 23ന്റെ മാത്രമാണ് മൈനസ്. അപ്പൊ ഈ നമ്പർ നമ്മൾ എങ്ങനെ എഴുതുക? നമ്മൾ ആദ്യം 1 2 3 എടുത്ത് എഴുതുക. എന്നിട്ട് അതിന് എന്ത് ചെയ്യാം? ഈ വര ഇല്ലാത്ത നമ്പർ ഏതാ? 1 കുറക്കുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 3 ഡിജിറ്റ്. അപ്പൊ എന്ത് ചെയ്യാം? അതിൽ 2 ഡിജിറ്റിനാണ് വര ഉള്ളത്. അപ്പോൾ 990. ഓക്കെ, അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഉദാഹരണത്തിന് 0.4 ഇതാണ് നമ്പർ. ഇതെങ്ങനെ എഴുതുക? നമ്മൾ നോക്കുക. 4 കുറക്കാനൊന്നുമില്ല. ഡിവൈഡഡ് ബൈ 9. 4/9 ആണ്. 4 ആണ് 4. അങ്ങനെ ഏത് നമ്പർ? ഉദാഹരണത്തിന് 0.562. 2 മാത്രമേ ഉള്ളൂ. 2ന്റെ മുകളിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇത് എങ്ങനെ ചെയ്യും? നമ്മൾ ആദ്യം 562 ചെയ്യുക. അതിന് എന്ത് ചെയ്യുക? ഈ വര ഇല്ലാത്ത ബാക്കി 56 കുറക്കുക. ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ 3 നമ്പർ അല്ലേ? അതിൽ ഒരു നമ്പറിനെ വരയുള്ളൂ. അപ്പോൾ 900. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇത് ഒരുപാട് SSC കാലൊക്കെ റിപ്പീറ്റ് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താണ്? TCS എക്സാം നടന്നുകൊണ്ടാണ് അവരുടെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അവരിപ്പോൾ ഈ കഴിഞ്ഞ NTPCക്കും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റിമൈൻഡർ വെൻ 4/13 ഡിവൈഡഡ് ബൈ 3. അതായത് 4/13 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ എന്നാ ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 4/13 എന്ന് പറഞ്ഞാൽ എന്താ? 4 × 4 × 4 × അങ്ങനെ പോയി 4 13 ടൈംസ് ഉണ്ടാവും. ഡിവൈഡഡ് ബൈ 3. ഇതിന് റിമൈൻഡർ ആണ് ചോദിച്ചത്. ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം 4/3 നോക്കുക. 4/3 ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ ഉണ്ട്? 1. 4/3 ചെയ്യുമ്പോൾ 1. അങ്ങനെ ഇല്ല. 4/3 ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും? 1 1 1 1 1. അങ്ങനെ 1 × 1 × 1 13 ടൈംസ് 1 എത്രയാണ്? 1. അപ്പൊ റിമൈൻഡർ എന്തായിരിക്കും? ഓപ്ഷൻ എ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇനി ഉദാഹരണത്തിന് 5/13 ഡിവൈഡഡ് ബൈ 3. ഇതിന്റെ റിമൈൻഡർ നമുക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 5/3 ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും? 2. അതായത് 5/3 ചെയ്യുമ്പോൾ റിമൈൻഡർ 2. അങ്ങനെ 2 ഇങ്ങനെ എത്ര ഉണ്ടാവും? 13 പ്രാവശ്യം ചെയ്യാനുണ്ടാവും. അപ്പൊ അതായിരിക്കും എന്ത്? അതിന്റെ റിമൈൻഡർ. ഇവിടെ നമുക്ക് 1 ആയതുകൊണ്ട്
വളരെ സുഖമാണ്. 1 × 1 × 1 ഒറ്റയടിക്ക് 1 കിട്ടും. പക്ഷേ 2 × 2 × 2 വരെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ വേറെ മെത്തേഡ് ചെയ്യേണ്ട. പക്ഷെ ഇവിടെ നമ്മൾ നോക്കണ്ട. ഇവിടെ സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ്? 1 × 1 × 1 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? a + b + c 6 ആണ് തന്നിട്ടുണ്ട്. a² + b² + c² 14 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ab + bc + ac. അപ്പോൾ ഇതിനെന്താണ് നമ്മളൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇക്വേഷൻ എന്താണ്? a + b + c ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? a² + b² + c² + 2 × ab + bc + ac. ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഈ ഇക്വേഷനിൽ ജസ്റ്റ് ഇട്ടെടുത്താൽ മതി. ഇതിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് a + b + 6 ആണെന്നുണ്ട്. അപ്പോൾ 6² എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 36 കിട്ടും. പിന്നെ ബാക്കി എന്താണ്? a² + b² + c² 14. ഫസ്റ്റത്തെ ടേം 14 കിട്ടി. ഈ ബാക്കി എന്താ? 2 × ab + bc + ac. അതായത് 2 × നമ്മളിതിനെ മൊത്തം നമ്മൾ k എന്ന് വിളിച്ചാൽ എന്ത് കിട്ടും? 2k. ഈ kന്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. kന്റെ വാല്യൂ എന്ത് കിട്ടും? 14 ലെഫ്റ്റ് സൈഡിലേക്ക് വന്ന 36 - 14 എന്ന് പറഞ്ഞാൽ 22 കിട്ടും. k കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 22/2 എത്ര കിട്ടും? 11 കിട്ടും. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതാണ് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്കും ബിക്കും സിക്കും ഒക്കെ വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. ഇവിടെ നമ്മൾ എക്ക് 1ഉം ബിക്ക് 2ഉം സിക്ക് 3ഉം കൊടുത്താൽ 1 2 3 കിട്ടി. അതിവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? a² 1, b² എന്ന് പറഞ്ഞാൽ 2² 4, c² എന്ന് പറഞ്ഞാൽ 3² 9, 9 + 1 + 4 14. അപ്പൊ ഈ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതിനർത്ഥം a1ഉം b2 c3 ആണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ ഓപ്ഷനിലോട്ട് കൊടുത്താൽ മതി. ab എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2. bc എന്ന് പറഞ്ഞാൽ എന്താ? 2 × 3. ac എന്ന് പറഞ്ഞാൽ എന്താ? 1 × 3. എത്രയാണ്? 3. അപ്പൊ 2 + 6 + 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 11 കിട്ടും. എങ്ങനെയും ചെയ്യാം. ചിലപ്പോൾ എല്ലാ കേസിലും നമുക്ക് വാല്യൂ ഇട്ട് കിട്ടിക്കോണമെന്നില്ല. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുക? ഡയറക്റ്റ് ഈ പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? x + 1/x 15 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5x / 5x² - 11x + 5 എത്രയാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് എഴുതാം. 5x / 5x² - 11x + 5. ഇത് എത്ര വാല്യൂ എത്രയാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആൾജിബ്രയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഇതാണ്? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ചെയ്യാം? ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ന്യൂമറേറ്ററിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടും? 5x/5 എന്ന് പറഞ്ഞാൽ 5 കിട്ടും. അപ്പൊ ന്യൂമറേറ്റർ അവിടെ പോയി. ഇനി ബാക്കി എന്താ? 5x² താഴെ എന്താണ്? 5x² - 11x + 5നെ x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആദ്യം ഓരോ ടേമിനെ ഡിവൈഡ് ചെയ്യാം. 5x² x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 5x കിട്ടും. -11x/x എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 11 കിട്ടും. +5/x എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 5/x എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ x ഉള്ള രണ്ട് ടേം കോമൺ ആയിട്ട് പുറത്തെടുക്കണം. മുകളിൽ 5 അതുപോലെ തന്നെ എഴുതുക. ബാക്കി താഴെ 5x - 5/x ആണ്. അതിൽ എന്ത് ചെയ്യാം? x-നെ അല്ല 5നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. അപ്പൊ എന്ത് കിട്ടും? ഫസ്റ്റത്തേൽ 5x കോമൺ x ഉണ്ടാവും. 5/x 5 പുറത്തെടുത്താൽ 1/x ഉണ്ടാവും. -11. ഇങ്ങനെയായി ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്തായി? വാല്യൂ ആയില്ലേ? മുകളിൽ 5 ഉണ്ട്, താഴെ എന്താണ്? 5 × x + 1/x ആണ്. x + 1/x ഇവിടെ 15 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ 5 × 15 - 11 എത്രയാണ്? 5/5 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 75. 75 - 11 എന്ന് പറഞ്ഞാൽ 75 11 കുറച്ചാൽ 64 എന്ന് കിട്ടും. അപ്പോൾ 5/64 ആണ് നമ്മുടെ ആൻസർ. 5/64 എന്തില്ല? 4 ഓപ്ഷനിലും കാണുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ തെറ്റിയുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്തതാണ് തെറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? കമന്റ് സെക്ഷനിൽ അതൊന്ന് പറഞ്ഞു തരാം. ഏതായാലും എനിക്ക് ചെയ്തിട്ട് 5/64 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം ഇവിടെ വല്ല വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ട് നോക്കാം. ഇവിടെ ഏതായാലും വാല്യൂ ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏത് കേസിൽ മാത്രമേ നമുക്ക് വാല്യൂ എടുക്കാൻ പറ്റുക? അപ്പോൾ x + 1/x 2 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? എന്താ? x 1 ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം? x-ന് 1 എന്നുള്ള വാല്യൂ എടുത്തിട്ട് ഈ ഓപ്ഷനിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷെ ഇവിടെ x + 1/x 15 ആയതുകൊണ്ട് എന്താണ് നമുക്ക് x-ന് വാല്യൂ ഒന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ പറഞ്ഞ മെത്തേഡിൽ തന്നെ ചെയ്യണം. കുറെ കേസിൽ എന്ത് വരാറുണ്ട്? x + 1/x 2 എന്ന് വരാറുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? x = 7 - 4√3. ഫൈൻഡ് ദ വാല്യൂ ഓഫ് √x + 1/√x. അപ്പൊ x എന്ത് കിട്ടിയിട്ടുണ്ട്? 7 - 4√3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് √x + 1/√x ആണ് കാണുന്നത്. അപ്പൊ നമുക്ക് √x കാണണം. അതായത് √x എന്ന് പറഞ്ഞാൽ എന്താ? 7 - 4√3ന്റെ റൂട്ട്. ഇത് നമുക്ക് കാണണം. അപ്പൊ ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം ഇതിനെങ്ങനെ എഴുതാം? ഈ 7 - 4√3 നമുക്ക് 7 - 2√12 എഴുതി കൂടെ. പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം ഈ പുറത്ത് കാണുന്ന 2 ഒരു 2 × 2 2 എടുത്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അത്രേ ഉള്ളൂ. 7 - 2√12 വരും. ഈ 7 - 2√12 എന്ന് പറഞ്ഞാൽ എന്താ? √4 - √3 ഹോൾ സ്ക്വയർ.
അതല്ല ഈ ഉള്ളിൽ കാണുന്ന 7 മൈനസ് 2 റൂട്ട് 12 എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കി മനസ്സിലാവും എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതായത് റൂട്ട് 4 പ്ലസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ 7 കിട്ടും, മൈനസ് 2ab എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റൂട്ട് 4 ഇൻറ്റു റൂട്ട് 3, അതായത് 2 റൂട്ട് 12, അതായത് 7 മൈനസ് 2 റൂട്ട് 12 എന്ന് പറഞ്ഞാൽ റൂട്ട് 4 മൈനസ് റൂട്ട് 3 ആണ്, റൂട്ട് 3 ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ എന്ത് ചെയ്തു, പുറത്തൊരു റൂട്ട് ഉണ്ട് ഉള്ളിലൊരു സ്ക്വയർ ഉണ്ട്, രണ്ടും കൂടെ ക്യാൻസൽ ആയി പോയി, ബാക്കി എന്താണത് റൂട്ട് 4 മൈനസ് റൂട്ട് 3, റൂട്ട് 4 മൈനസ് റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 2 മൈനസ് റൂട്ട് 3. അപ്പൊ എന്ത് കിട്ടി, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 2 മൈനസ് റൂട്ട് 3 കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടത് 1 ബൈ റൂട്ട് എക്സ് കാണും, അതായത് 1 ബൈ 2 മൈനസ് റൂട്ട് 3 കാണും, കാരണം റൂട്ട് എക്സ് 2 മൈനസ് റൂട്ട് 3 എന്ന് കിട്ടി. അപ്പൊ ഇനി 1 ബൈ 2 മൈനസ് റൂട്ട് 3 ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ഇങ്ങനെ രണ്ട് താഴെ ഒരു 2 മൈനസ് റൂട്ട് 3 2 പ്ലസ് റൂട്ട് 3 എന്നൊക്കെ പറഞ്ഞാൽ എന്താ ചെയ്യുക, നമ്മൾ ഇതിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതായത് കോൺജുഗേറ്റ് പറഞ്ഞാൽ പ്ലസ് കൊടുക്കുക. മുകളിൽ ഒരു 2 പ്ലസ് റൂട്ട് 3 വരും, താഴെ എന്ത് വരും, ഓൾറെഡി ഒരു 2 മൈനസ് റൂട്ട് 3 ഉണ്ട്, പിന്നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് 2 പ്ലസ് റൂട്ട് 3 എന്ത് വേണം, താഴെ വേണം, എന്നാലും ചെയ്യാൻ പറ്റുക, കാരണം മുകളിലും താഴെ ഒരേ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മുകളിൽ എന്ത് കിട്ടി 2 പ്ലസ് റൂട്ട് 3, അതുപോലെ തന്നെ എഴുതുക. താഴെ എന്താണ് 2 മൈനസ് റൂട്ട് 3 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3, അതായത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അതായത് 2 സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4, അതിന് റൂട്ട് 3 സ്ക്വയർ 3 കുറച്ചാൽ 4 മൈനസ് 3 എന്ത് കിട്ടും 1 കിട്ടും, അതായത് 2 പ്ലസ് റൂട്ട് 3 ആണെന്ത് 1 ബൈ റൂട്ട് എക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് കിട്ടി എക്സും കിട്ടി റൂട്ട് എക്സും കിട്ടി. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത് റൂട്ട് എക്സ് പ്ലസ് 1 ബൈ റൂട്ട് എക്സ്, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ റൂട്ട് എക്സ് എന്ത് കിട്ടി 2 മൈനസ് റൂട്ട് 3 കിട്ടി, അതിന്റെ കൂടെ 1 ബൈ റൂട്ട് എക്സ് കൂട്ടണം. 1 ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി 2 പ്ലസ് റൂട്ട് 3 കിട്ടി. ഇതിന്റെ സമ്മാണ് ചോദിച്ചിട്ടില്ല, അപ്പൊ എന്ത് കിട്ടി മൈനസ് റൂട്ട് 3 പോയി പ്ലസ് റൂട്ട് 3 പോയി, ബാക്കി എന്താ ഉള്ളത് 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 4 കിട്ടും. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ല കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ നമ്പർ സിസ്റ്റം ആൻഡ് ആൾജിബ്രയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞു തരിക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.